ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെറ്റ് ക്രിയേഷൻ. ഞാൻ സിദ്ധാർത്ഥ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റോബോട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു റോബോട്ട് നിർമ്മിക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഒരു അഡ്രിനോ ബോർഡ്, ഒരു L29 3D മോട്ടോർ ഡ്രൈവർ, ഒരു അൾട്രാസോണിക് സെൻസർ, 4 മോട്ടേഴ്സ്, 4 വീൽസ്, 3 സെർവോ മോട്ടേഴ്സ്, ഒരു ബ്രെഡ് ബോർഡ്, കുറച്ച് ജമ്പർ വയേഴ്സ്, LED, 1K ohm റെസിസ്റ്റേഴ്സ്, വയേഴ്സ്, USB കേബിൾ, കാർഡ്ബോർഡ് ബോക്സസ്, മൾട്ടിവുഡ് ഷീറ്റ്. ഇനിയും റോബോട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഷീറ്റ് എടുത്ത ശേഷം ഇതുപോലെ 2 ഹോൾ ഉണ്ടാക്കുക. അതിനുശേഷം മോട്ടർ ഈ ഷീറ്റിൽ ഒട്ടിച്ചിടുക. മോട്ടർ ഷീറ്റിൽ നിന്നും വിട്ടുപോകാതിരിക്കാൻ ടൈയും കൂടെ ബലത്തിന് കെട്ടാം. അടുത്തതായി ടയേഴ്സ് മോട്ടറിലേക്ക് അറ്റാച്ച് ചെയ്യാം. അടുത്തതായി മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കാം. അടുത്തതായി മോട്ടറിൽ നിന്നും വരുന്ന വയേഴ്സ് ആദ്യം ഉണ്ടാക്കിയ ഹോളിൽ കൂടി പുറത്തേക്കെടുക്കുക. ഇതിനുശേഷം റോബോട്ടിന്റെ കാലും കൈയും ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ റോബോട്ടിന്റെ കാലും അതോടൊപ്പം കൈയും ഉണ്ടാക്കിയെടുത്തു. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാലുകൾക്കുള്ളിൽ കൂടി 2 വയേഴ്സ് ഇടണം. ഇത് മോട്ടറുമായി കണക്ട് ചെയ്യാനുള്ള വയറാണ്. കാലുകൾക്കുള്ളിൽ കൂടി എടുത്ത വയർ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാം. അടുത്തതായി ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കിയെടുത്ത ശേഷം അതിൻ്റെ മുൻവശത്തായി അൾട്രാസോണിക് സെൻസർ ഫിക്സ് ചെയ്യാം. അതോടൊപ്പം 2 LEDയും മുകൾ വശത്തായി ഫിക്സ് ചെയ്യാം. അങ്ങനെ അൾട്രാസോണിക് സെൻസറും LEDയും ഫിക്സ് ചെയ്തെടുത്തു. അടുത്തതായി സെർവോ മോട്ടർ എടുത്ത ശേഷം ഇതിൽ ഫിക്സ് ചെയ്യാം. ഈ 2 സെർവോ മോട്ടർ റോബോട്ടിന്റെ ഹാൻഡിലേക്കും അതോടൊപ്പം ഇത് ഹെഡിലേക്കുമാണ്. അടുത്തതായി മോട്ടറിന്റെ ഷാഫ്റ്റ് ഊരിയെടുക്കുക. അടുത്തതായി ചെറിയൊരു പീസ് ഷീറ്റ് എടുത്ത ശേഷം ഈ ഷാഫ്റ്റിലേക്ക് ഫിക്സ് ചെയ്യാം. ഇതുപോലെ ബാക്കിയുള്ള രണ്ടെണ്ണവും ഫിക്സ് ചെയ്തെടുക്കണം.
അതിനുശേഷം ഇത് ഉണ്ടാക്കിയെടുത്ത കൈകളിലേക്ക് ഫിക്സ് ചെയ്യാം. അടുത്തതായി അഡ്രിനോ ബോർഡ് ലാപ്ടോപ്പിലേക്ക് കുത്തിയ ശേഷം കോഡിംഗ് തുടങ്ങാം. ഇതാണ് ഞാൻ നിർമ്മിച്ചെടുത്ത കോഡ്. ഞാൻ 2 കോഡ്സ് ഉണ്ടാക്കി. ഒന്ന് ഒബ്ജക്റ്റ് അവോയ്ഡിങ്ങും അതോടൊപ്പം ഹ്യൂമൻ ഫോളോയിങ്ങും. ഇത് ഞാൻ നിർമ്മിച്ചെടുത്തത് സർക്യൂട്ട് ഡയഗ്രാമാണ്. ഇതുപോലെയാണ് കണക്ട് ചെയ്യേണ്ടത്. സർക്യൂട്ട് ഡയഗ്രാമും അതോടൊപ്പം 2 കോഡ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ചതുപോലെ എല്ലാം കണക്ട് ചെയ്യുക. എല്ലാം കണക്ട് ചെയ്ത ശേഷം ഈ ബോഡി റോബോട്ടിന്റെ കാലുകൾക്ക് മുകളിൽ ഫിക്സ് ചെയ്യാം. ഇനിയും ഹെഡിൽ നിന്നും അതോടൊപ്പം മോട്ടറിൽ നിന്നും വരുന്ന വയേഴ്സ് കണക്ട് ചെയ്യാം. അടുത്തതായി നമ്മുടെ റോബോട്ട് ഒന്ന് പെയിന്റ് അടിച്ചെടുക്കുക. A few moments later. അടുത്തതായി നമ്മുടെ റോബോട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. റോബോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ എന്തെങ്കിലും തടസ്സം അനുഭവപ്പെട്ടാൽ റോബോട്ട് നിൽക്കുകയും അതിനുശേഷം 2 വശത്തേക്കും ഹെഡ് റൊട്ടേറ്റ് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞ് എങ്ങോട്ടാണോ തടസ്സങ്ങളില്ലാത്ത അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. റോബോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ ഒരാൾ പെട്ടെന്ന് വരികയാണെങ്കിൽ റോബോട്ട് നിൽക്കുകയും അതിനുശേഷം അവർ പോയി കഴിഞ്ഞ് വീണ്ടും റോബോട്ട് ഓടാൻ തുടങ്ങും. അങ്ങനെ ഒബ്ജക്റ്റ് അവോയ്ഡിംഗ് റോബോട്ട് സക്സസ് ആയി. അടുത്തതായി നമ്മൾ രണ്ടാമത് നിർമ്മിച്ച ഹ്യൂമൻ ഫോളോയിങ് കോഡ് അഡ്രിനോയിലേക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഹ്യൂമൻ ഫോളോയിങ് റോബോട്ടിന്റെ കോഡ് അപ്ലോഡ് ചെയ്തു. അടുത്ത ഇതൊന്ന് വർക്ക് ചെയ്യിച്ചു നോക്കാം. ഞാൻ നടക്കുമ്പോൾ എന്നോടൊപ്പം നടക്കുകയും ഞാൻ നിൽക്കുമ്പോൾ എന്നോടൊപ്പം റോബോട്ടും നിൽക്കുന്നു.
ഞാനുണ്ടാക്കിയ ഈ റോബോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. 1, 2, 3, 4, 5, 6, 7, 8